കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നോക്കൂ, ഇത്തവണ 8 സീറ്റിൽ മത്സരിച്ചു. അതിൽ 7 ജയിച്ചു എന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണ 10 സീറ്റിൽ മത്സരിച്ചു. 2 എണ്ണം വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അവർ വിട്ടുകൊടുക്കുകയും ചെയ്തു. അപ്പോൾ 2 മന്ത്രിസ്ഥാനം എന്നൊരാവശ്യമാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മുന്നോട്ട് വെക്കുന്നത്. അതിൽ പിന്നോട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. കേരള കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ ഇന്നും തുടരും. ഒരു മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് സ്ഥാനവുമാണ് കോൺഗ്രസ് അങ്ങോട്ട് വെക്കുന്ന ഫോർമുല. ആർ അനന്തകൃഷ്ണനും AK സ്റ്റെഫനും നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുള്ളത്. അനന്തനുള്ളത് കന്റോൺമെന്റ് ഹൗസിലാണ്. അവിടെയാണ് ഇന്ന് നിർണായകമായ കൂടിക്കാഴ്ചകളൊക്കെ നടക്കുന്ന ഇടമാണ്. അനന്തൻ, ഒരു തരത്തിലും വഴങ്ങാതെ മുന്നോട്ട് പോകാൻ ജോസഫ് വിഭാഗത്തിന് കഴിയുമോ? ആര്യ, അങ്ങനെ കന്റോൺമെന്റ് ഹൗസ് സജീവമായി തുടങ്ങുകയാണ്. നേതാക്കളൊക്കെ കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തുകയാണ്. ഇന്നിപ്പോൾ ശ്രദ്ധാകേന്ദ്രമായി മാറുന്ന പ്രധാനപ്പെട്ട സ്ഥലം കന്റോൺമെന്റ് ഹൗസാണ്. ഒരുപക്ഷെ ഇവിടെ ചർച്ചകൾ പുരോഗമിക്കുന്നതിനൊപ്പം സമാന്തരമായി ഇന്നലെ കണ്ടതുപോലെ തന്നെ KPCC ഓഫീസ് ആസ്ഥാന മന്ദിരം ഇന്ദിരാഭവനിലും ചർച്ചകൾ പുരോഗമിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ 10 മണിയാകുമ്പോഴത്തേക്ക് ഘടകകക്ഷികളോ നേതാക്കൾ കന്റോൺമെന്റ് ഹൗസിലേക്കാണോ KPCC ആസ്ഥാനത്തേക്കാണോ വരുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും അവസാനവട്ട ചർച്ചകൾ, കൂടിയാലോചനകളൊക്കെ നടക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് UDFന്റെ മന്ത്രിസഭാ രൂപീകരണം നടക്കേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് ഗവർണർക്ക് കത്ത് വൈകുന്നേരത്തോടു കൂടി നൽകേണ്ടതുണ്ട്. അപ്പോൾ ഏതാണ്ട് 6 മന്ത്രിമാർ കോൺഗ്രസിന്റെ ആരൊക്കെയാണ് എന്നുള്ളത് പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി മറ്റാര് എന്നുള്ളതായിരുന്നു. അതിൽ ചില പേരുകൾ റോജി M. ജോണിന്റെയും ഒപ്പം തന്നെ അൻവർ സാദത്ത്, T. സിദ്ദിഖ്, ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ളവരുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിൽ ആർക്ക് നറുക്ക് വീഴും? ഇന്നിപ്പോൾ രാവിലെ അൻവർ സാദത്തും റോജിയും വന്ന് VD സതീശനെ കണ്ടിട്ട് മടങ്ങിയിരുന്നു. അതിനൊപ്പം തന്നെ ശക്തനാണോ തിരുവഞ്ചൂരാണോ മന്ത്രിസഭയിലേക്ക് വരുന്നത്? തിരുവഞ്ചൂരിനെ സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്നുള്ളതാണ് അവസാന വട്ടവും നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ അദ്ദേഹം അതിൽ തൃപ്തനാകുമോ എന്നുള്ള കാര്യത്തിലാണ് സംശയം. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഒക്കെയാണ് ആ സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള പ്രധാന കാരണം. അതിനുശേഷം ഇപ്പോൾ ആര്യ ചോദിച്ച ചോദ്യം ജോസഫ് വിഭാഗത്തിൻ്റെതാണ്. ജോസഫ് വിഭാഗത്തിന് 2 മന്ത്രിസ്ഥാനമാണ് അവരുടെ ക്ലെയിം. പക്ഷേ അതിന് കോൺഗ്രസ് നേതൃത്വം വഴങ്ങില്ല. അവർക്ക് ഒരു മന്ത്രി എന്നുള്ളതാണ്. പക്ഷേ ജോസഫ് വിഭാഗം പറയുന്നത് 5 MLA-മാർക്ക് ഒരു മന്ത്രി എന്നുള്ള റേഷ്യോ ആണ് പരിഗണിക്കപ്പെടേണ്ടത്. അങ്ങനെ വരുമ്പോൾ അതിൽ എല്ലാ കക്ഷികൾക്കും ആ ഒരു റേഷ്യോ പരിഗണിക്കണം. പക്ഷേ ലീഗിന്റെ കാര്യത്തിൽ വരുമ്പോൾ എന്തുകൊണ്ടാണ് 5 മന്ത്രി? അങ്ങനെ ലീഗിന് 5 മന്ത്രി കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് 2 മന്ത്രിമാർ എന്നുള്ള ക്ലെയിം ഉന്നയിക്കാൻ കഴിയും എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. മാത്രമല്ല, കോൺഗ്രസ് മുന്നോട്ട് നിർദ്ദേശം വെക്കുന്നത് ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു മന്ത്രിയും ഒപ്പം ഡെപ്യൂട്ടി സ്പീക്കർ എന്നുള്ളതാണ്. ഒരു പക്ഷേ അത് ചീഫ് വിപ്പ് എന്ന ഒരു നീക്കുപോക്കിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്യും. ഏതായാലും മോൻസ് ജോസഫ് ഒരു മന്ത്രിയാണെങ്കിൽ മോൻസ് ജോസഫാണ് മന്ത്രിയാവുക. വകുപ്പിന്റെ കാര്യത്തിലും തർക്കമുണ്ട്. കൃഷി വകുപ്പാണ് കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ അതിലവർ തൃപ്തരല്ല. അവർ പറയുന്നത് റവന്യൂ വകുപ്പ് പോലുള്ള പ്രധാനപ്പെട്ട വകുപ്പ് വേണം. അങ്ങനെയാണെങ്കിൽ ഈ കൃഷി വകുപ്പ് കൂടി ഏറ്റെടുക്കാം എന്നുള്ളതാണ്. പക്ഷേ അതിലും തീരുമാനമായില്ല. ഏതായാലും ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അനന്തൻ നിൽക്കുന്നിടത്തേക്ക് നേതാക്കൾ, പ്രവർത്തകരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. AK സ്റ്റെഫനിലേക്ക് പോകാം. സ്റ്റെഫിനുള്ളത് ഒരുപക്ഷെ നമ്മൾ അടുത്ത ആഭ്യന്തരമന്ത്രിയാകാൻ പോകുന്ന രമേശ് ചെന്നിത്തലയുടെ വസതിയിലാണ്. സ്റ്റെഫിൻ, രാവിലെ അവിടേക്ക് ആരെങ്കിലും എത്തിയിട്ടുണ്ട്? ഇപ്പോൾ ആഭ്യന്തരമന്ത്രി സ്ഥാനം രമേശ് ചെന്നിത്തല ഉറപ്പിക്കുന്നുണ്ട്. പക്ഷെ കൂടെ ഉള്ളവർക്ക് കൂടി മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, KPCC അധ്യക്ഷ സ്ഥാനത്തിൽ കൂടി ഒരു മാറ്റം, ജോസഫ് വാഴിക്കനെ പരിഗണിക്കണമെന്നൊരു നിർദ്ദേശം കൂടി വെക്കുന്നുണ്ട് ചെന്നിത്തല. അപ്പൊ ചെന്നിത്തല ക്യാമ്പിന്റെ പ്രതീക്ഷകൾ എന്താണ്? വലിയ പ്രതീക്ഷയാണ് യഥാർത്ഥത്തിൽ ചെന്നിത്തല ക്യാമ്പിനുള്ളത്. നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ഉറപ്പായി കഴിഞ്ഞു. അത് മാത്രമല്ല, കൂടെ നിൽക്കുന്ന കുറച്ചു പേർക്ക്, പ്രത്യേകിച്ചും IC ബാലകൃഷ്ണൻ, ഒപ്പം തന്നെ ജ്യോതികുമാർ ചാമക്കാല, അൻവർ സാദത്ത്, ഈ 3 പേരിൽ ആരെങ്കിലും മന്ത്രിയാക്കണമെന്നൊരു നിർദ്ദേശം കൂടിയുണ്ട്. അതിൽ എന്ത് തീരുമാനം ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് ഏറെ ഉറ്റുനോക്കുന്നത്. നിലവിലേതായാലും നേതാക്കന്മാരാരും തന്നെ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല. ഇന്നലെ പല പ്രാവശ്യം IC ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ ഈ വീട്ടിലേക്ക് വന്നിരുന്നു. പലതരത്തിലുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് എത്തി സമവായ ചർച്ചകൾ നടത്തിയിരുന്നു. അതിനെല്ലാം ഒടുവിലാണ് ആഭ്യന്തര വകുപ്പ് ഏറ്റെടുക്കാൻ രമേശ് ചെന്നിത്തല തയ്യാറായത്. ഇനി ഏതായാലും അറിയേണ്ടത് രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പം നിന്ന ആരൊക്കെ മന്ത്രിസഭയിൽ ഇടം പിടിക്കുമെന്നുള്ളതാണ്. ആകെ ഇനി ഏതായാലും ഒരു 3-4 പേരുടെ കാര്യം കൂടിയേ തീരുമാനിക്കാനുള്ളൂ. ആ പട്ടികയിൽ രമേശ് ചെന്നിത്തല ക്യാമ്പിലുള്ള ആരൊക്കെ ഉൾപ്പെടുമെന്നുള്ളതാണ് ഇന്ന് ഏറെ ഉറ്റുനോക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയുടെ വീടും ഇന്ന് ഏറെ ശ്രദ്ധാകേന്ദ്രമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തും, ഒരു പ്രതികരണം നടത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഏതായാലും വലിയ ചർച്ചകൾ നടക്കാൻ പോകുന്ന 2 സ്ഥലങ്ങൾ
സ്ഥലങ്ങൾ, അത് ഒന്ന് KPC ആസ്ഥാനവും ഒന്ന് കന്റോൺമെന്റ് ഹൗസുമാണ്. ഇന്ന് ഏതായാലും അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെ രീതിയിലാണ് വകുപ്പ് വിഭജനമൊക്കെ വരുന്നത്. ആഭ്യന്തര വകുപ്പ് ഏതായാലും രമേശ് ചെന്നിത്തല ഉറപ്പിച്ചിട്ടുണ്ട്. മറ്റ് ഏതൊക്കെ വകുപ്പുകൾ സുപ്രധാനമായിട്ടുള്ള വകുപ്പുകളാണോ ഇനി കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ലഭിക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി ഏതായാലും അറിയേണ്ടതുണ്ട്. വരുന്ന മണിക്കൂറുകൾ അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമാണ്. രമേശ് ചെന്നിത്തല ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം അത് നിർണായകമാണ്. പാർട്ടിയിൽ രമേശ് ചെന്നിത്തലയെ ഒപ്പം കൂട്ടി പോയില്ലെങ്കിൽ അത് വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി VD സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് പ്രതിപക്ഷത്തെക്കാൾ കൂടുതൽ ദോഷം ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒപ്പം കൂട്ടിക്കൊണ്ടാണ് ഏതായാലും മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതുകൊണ്ട് മാത്രം തനിക്ക് ഒരു മന്ത്രിസ്ഥാനം ലഭിച്ചതുകൊണ്ട് മാത്രം തൃപ്തിപ്പെടാൻ രമേശ് ചെന്നിത്തലയില്ല. അതുകൊണ്ട് തന്നെ കൂടെയുള്ള ആളുകൾക്ക് കൂടി ഒരു പ്രാതിനിധ്യം മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്നൊരു ആവശ്യമാണ് ഉയർന്നു വരുന്നത്. അത് ഏതൊക്കെ രീതിയിൽ മാറി മറിയുമെന്നുള്ളത് അറിയേണ്ടതുണ്ട്. ശരി, അപ്പം ചെന്നിത്തല ക്യാമ്പ് ഇപ്പോഴും വലിയ പ്രതീക്ഷയിൽ തന്നെ. അപ്പം സ്റ്റെഫിൻ ചൂണ്ടിക്കാണിച്ച കാര്യമുണ്ട്, വകുപ്പുകൾ സംബന്ധിച്ച് ഇപ്പോൾ ഏത് രീതിയിലാണ് ചർച്ചകളൊക്കെ നടക്കുന്നത് എന്നുള്ളത്. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് അനന്തകൃഷ്ണനോട് ചോദിക്കാം. അനന്തൻ, ഇപ്പോൾ നോക്കൂ, നമ്മുടെ മുന്നിൽ കൺഫേമായി ആഭ്യന്തര മന്ത്രിയായി രമേശ് ചെന്നിത്തല എത്തും. വിജിലൻസും അദ്ദേഹത്തിന് തന്നെ. ധനവകുപ്പ് VD സതീശൻ കൈകാര്യം ചെയ്യും. റവന്യൂ മന്ത്രിയായി സണ്ണി ജോസഫിനെ പരിഗണിക്കുന്നു. ആരോഗ്യം പ്ലസ് ദേവസ്വമായിരിക്കും ഒരുപക്ഷെ K മുരളീധരന്. ഇതാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്ന കാര്യങ്ങൾ. മറ്റ് വകുപ്പുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ അനന്തൻ? ആര്യ, വകുപ്പുകൾ സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇന്ന് രാവിലത്തെ ചർച്ച, ആദ്യവട്ട ചർച്ചയിൽ തന്നെ ആ കാര്യങ്ങളും കൂടി തീർപ്പാക്കേണ്ടതുണ്ട്. ഈ വകുപ്പുകൾ സംബന്ധിച്ചുള്ള തർക്കങ്ങളുമാണ് ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാതെ ഇന്നലെ നീളാനുള്ള അന്തിമ തീർപ്പിലേക്ക് എത്താതെ കഴിയാത്തതിന്റെ കാരണമായി പറയുന്നത്. ഏതായാലും ഇപ്പോൾ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചില വകുപ്പുകൾ സംബന്ധിച്ചുള്ള സൂചനകൾ നമ്മൾ ഇന്നലെ രാത്രി തന്നെ നൽകിയതാണ്. അത് VD സതീശൻ പൊതുഭരണം കൂടാതെ ധനകാര്യ വകുപ്പും ഒപ്പം തന്നെ തുറമുഖ വകുപ്പും കൈകാര്യം ചെയ്യും എന്നുള്ളതാണ്. റവന്യൂ വകുപ്പ് സണ്ണി ജോസഫിന്, ആ റവന്യൂ വകുപ്പാണ് ജോസഫ് വിഭാഗം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് കൊടുക്കാനുള്ള സാധ്യത ഒട്ടുമില്ല എന്ന് തന്നെയാണ്. K മുരളീധരന് ആരോഗ്യ വകുപ്പ് നൽകും. ദേവസ്വം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ അതിൽ K മുരളീധരന് താല്പര്യമുണ്ട്. പക്ഷെ അത് നൽകുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പും വിജിലൻസും ഉറപ്പായി കഴിഞ്ഞു. അത് സംബന്ധിച്ചുള്ള ഇനി മറ്റ് തീരുമാനങ്ങൾ, മറ്റ് വകുപ്പുകളും അദ്ദേഹത്തിന് ഉണ്ടാവില്ല. ഈ രണ്ട് വിഭാഗങ്ങൾ മാത്രമേ അദ്ദേഹത്തിന്റെ കീഴിലുണ്ടാവുകയുള്ളൂ. ഏതായാലും ഇനിയിപ്പോൾ അറിയാനുള്ളത് കോൺഗ്രസ് MLA-മാരിൽ ഇനി ആരൊക്കെ മന്ത്രിപ്പട്ടികയിലേക്ക് വരും എന്നുള്ളതാണ്. മന്ത്രിമാരുടെ ലിസ്റ്റിലേക്ക് വരും എന്നുള്ളതാണ്. VT ബൽറാം വന്നാൽ കൊള്ളാം എന്നുള്ളൊരു നിലപാടിലാണ് VD സതീശനുള്ളത്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. അത് സംബന്ധിച്ചാണ് ഇപ്പോൾ നേരത്തെ ആര് സൂചിപ്പിച്ചിരുന്നല്ലോ, VD സതീശൻ പക്ഷത്ത് നിന്ന് ആരൊക്കെയുണ്ട്. VD സതീശൻ ഒരു ഗ്രൂപ്പ് ഇല്ല എന്ന് അവകാശപ്പെടുന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഈ നിലവിലുള്ള പട്ടിക പരിശോധിച്ചാൽ ഒരു പക്ഷേ അതിനകത്ത് കുറച്ച് പ്രബലനായി നിൽക്കുന്നത് KC വേണുഗോപാലാണ്. പക്ഷെ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ KC വേണുഗോപാൽ പക്ഷത്ത് നിന്നു എന്ന് നമ്മൾ ധരിക്കുന്ന പല നേതാക്കളും ഒരു VD സതീശന് അനുകൂലികളായി മാറുന്നുണ്ടോ എന്നൊക്കെയുള്ള ചില രസകരമായ കാഴ്ചകൾ കോൺഗ്രസ് നേതൃത്വത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ VD സതീശൻ പക്ഷത്ത് നിൽക്കുന്ന ഒരാളെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ VT ബൽറാമിന് വേണ്ടി അദ്ദേഹം ചരട് വലിക്കുന്നുണ്ടാകാം, അദ്ദേഹം കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടാകാം. പക്ഷേ അതിനപ്പുറം മറ്റു ചില പേരുകൾ കൂടി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ VT ബൽറാമിന്റെ സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, റോജി M. ജോണിന്റെ പേര് ഇന്നലെ രാത്രിയിൽ അവസാന റൗണ്ടിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അന്ന് രാവിലെ അദ്ദേഹവും അൻവർ സാദത്തും കൂടാണ് വന്ന് കണ്ടത്. നേരത്തെ സ്റ്റെഫിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയുടെ പക്ഷത്ത് നിൽക്കുന്ന അൻവർ സാദത്തിന് സാധ്യതയുണ്ടോ, അതുപോലെ തന്നെ IC ബാലകൃഷ്ണനാണോ വരുന്നത്, അതല്ല പത്തനാപുരം MLA ആണോ, ജ്യോതികുമാർ ചാമക്കാലയാണോ വരുന്നത് എന്നുള്ള കാര്യത്തിലും ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട്. അതിൽ പല കാര്യങ്ങൾ പരിഗണിച്ചാൽ മാത്രമേ ഇവരുടെ എല്ലാം സാധ്യതകൾക്ക് മുൻതൂക്കം ലഭിക്കുകയുള്ളൂ. അതിൽ പ്രാദേശികമായ കാര്യങ്ങളുണ്ട്, സാമുദായികമായ ഇക്വേഷൻസ് ഉണ്ട്, ഗ്രൂപ്പ് സമവാക്യങ്ങളുമുണ്ട്. അപ്പോൾ അതെല്ലാം കറക്റ്റായി വന്നാൽ മാത്രമേ ഇവരുടെയൊക്കെ പേരുകൾക്കൊരു മുൻതൂക്കം ലഭിക്കുകയുള്ളൂ. ഏതായാലും 6 പേർ കോൺഗ്രസ് മന്ത്രിസഭയിൽ ഉണ്ട് എന്നുള്ള കാര്യം സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ